അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ 3-ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമത്ത് ജവീദിൻ്റെ വർക്ക് ബുക്കിൻ്റെയും 13-ാമത് ചാപ്റ്ററാണ് വായിക്കുന്നത്. അൽ ഇഖ്ലാബ്. എന്താണ് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ, സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്തോതണം. ഇതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. അത് ഒരക്ഷരം മാത്രമേ ഉള്ളൂ, ബാ എന്ന അക്ഷരം മാത്രമാണ് ഇഖ്ലാബായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുർരിയതം ബഅ്ളുഹാ മിൻ ബഅദ്. ആൽ ഇംറാനിലെ 34-ാമത്തെ ഇവിടെ 2 സ്ഥലത്തുണ്ട് ഇഖ്ലാബ്. ദുർരിയതം ബഅ്ളുഹാ, തൻവീന് ശേഷം ബാ വന്നു, അപ്പം അതിനെ തൻവീനിനെ മീമാക്കി മറിച്ചു. ദുർരിയതം ബഅ്ളുഹാ മിൻ ബഅദ്, ഇവിടെ സാക്കിന നൂന് ശേഷം ബാ വന്നപ്പോൾ നൂനിനെ മീമാക്കി മറിച്ചു. ഹമ്മാദിം മസ്സാഇം ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിം ബഅദ ദാലിക സനീം. ഖലം സൂറത്തിലെ ആയത്തുകളാണ്. ഇവിടെ മസ്സാഇം ബിനമീം, തൻവീന് ശേഷം ബാ വന്നപ്പോൾ തൻവീനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു. ഉതുല്ലിം ബഅദ, തൻവീന് ശേഷം ബാ വന്നപ്പോൾ തൻവീനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു. വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ ഹിക്മത്തും ബാലിഗത്തും ഫമാ തുഗ്നിൻ നുദർ. ഖമർ സൂറത്തിലെ ആയത്തുകളാണ്. ഇവിടെ മിനൽ അംബാഇ, സാക്കിനു ശേഷം ബാ വന്നപ്പോൾ മീമാക്കി ഉന്നത്ത് ചെയ്തു. ഹിക്മത്തും ബാലിഗ, അതിനു ശേഷം ബാ വന്നപ്പോൾ മീമാക്കി ഉന്നത്ത് ചെയ്തു. വവുജൂഹു യൗമഇദിൻ ബാസിറ. ഖിയാമ സൂറത്ത് 24-ാമത്തെ. ഇവിടെ തൻവീന് ശേഷം ബാ വന്നപ്പോൾ തൻവീന് മീമാക്കി ഉന്നത്ത് ചെയ്തു. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. ഹാഖ സൂറത്തിൽ 8-ാമത്തെ ആയത്താണ്. ഇവിടെ മിൻ ബാഖിയ, സാക്കിനു ശേഷം ബാ വന്നപ്പോൾ നൂനിനെ മീമാക്കി മറിച്ചു, നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. നൂഹ് സൂറത്തിലെ 17-ാമത്തെ ആയത്ത്. ഇവിടെ അംബതകും, സാക്കിനു ശേഷം ബാ വന്നപ്പോൾ നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു. ഖുൽ ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ്. ബഖറയിലെ 91-ാമത്തെ ആയത്ത്. അംബിയാ, സാക്കിനായ നൂനിന് ശേഷം മീമു ബാ വന്നപ്പോൾ നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു. മുകളിൽ കൊടുത്ത ചില സാക്കിനായ നൂനിനെയും തൻവീനിനെയും ശ്രദ്ധിച്ചില്ലേ? ഇവിടെയൊക്കെ ഒരു ചെറിയ മീം നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി മിംബാദ്. മിംബാദ് എന്നതിലെ സാക്കിനായ നൂനിൻ്റെ അവിടെ ചെറിയ മീം നൽകിയിട്ടുണ്ട്. ഇഖ്ലാബ് എന്നാണ് അതിൻ്റെ അർത്ഥം. മന്നംബാദ്, ഇവിടെയും നോക്കൂ, മന്ന എന്നുള്ള ആ ഫത്തഹിന് ശേഷം ഫത്തഹിൻ്റെ അവിടെ ചെറിയ മീം നൽകിയിട്ടുണ്ട്. ഹിക്മത്തും ബാലിഗ, ഹിക്മത്തുൻ എന്ന ലൊമ്മിൻ്റെ അവിടെ ചെറിയ മീം നൽകിയിട്ടുണ്ട്. യൗമഇദിൻ ബിബനീ, യൗമഇദിൻ എന്ന കസറിന് ശേഷം ചെറിയൊരു മീം നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ അർത്ഥമാക്കുന്ന എന്താണ്? ഇഖ്ലാബാണ് ചെയ്യേണ്ടത്. ആ തൻവീനിനെയും നൂനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്താണ് ഓതേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്തു ഓതണം. ഇതാണ് ഇഖ്ലാബ്. ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്നതിനായി മുസ്ഹഫിൽ മീം എന്നടയാളം പ്രത്യേകം നൽകിയിട്ടുണ്ട്. ദഫ്തർ ത്വാലിബ് അഥവാ വർക്ക് ബുക്ക് നോക്കി തരീബാത്തുകൾ ചെയ്യുക. അൽ ഖിറാഅത്തു വൽ ഹിഫ്ളു. 1. നഖറഉ സൂറത്ത നൂഹിൻ വൽ ജിന്ന് വനക്തശ്ഫു മിൻഹുമാ മവാളിഅൽ ഇദ്ഗാമി ബിഗുന്ന വൽ ഇദ്ഗാം ബിലാ ഗുന്ന വൽ ഇഖ്ലാബ്.
നൂഹ് സൂറത്തും ജിന്ന് സൂറത്തും പാരായണം ചെയ്തിട്ടതിലെ ഇദ്ഗാം ബിഗുന്നയുടെയും ഇദ്ഗാം ബിലാഗുന്നയുടെയും ഇഖ്ലാബിൻ്റെയും സ്ഥലങ്ങൾ മനസ്സിലാക്കുക. 2, നഹ്ഫളു സൂറത്ത ശറഹി വൽ അദ്കാർ, സൂറത്ത് ഷറഹും മറ്റു ദിക്റുകളൊക്കെ കാണാതെ പഠിക്കാം. ഏതാണ് സൂറത്ത് ഷറഹ്? അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത്. ഇനി നമുക്കതിൻ്റെ വർക്കൊന്ന് വായിക്കാം. ഇഖ്ലാബ് നുൻഷിദു പാട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇഖ്ലാബ് എന്തെന്നറിയില്ലേ, ഇതിനുള്ളത് ബാ എന്നല്ലേ, നൂനും തൻവീനിൻ പിറകിൽ ബാ വന്നാലിവ മീമാവില്ലേ. അതായത് ഇഖ്ലാബിൻ്റെ അക്ഷരം ബാ ആണ്. ആ ബാ തൻവീനിൻ്റെയോ നൂനിൻ്റെയോ ശേഷം വന്നാൽ അതിന് മീമാക്കിയിട്ടാണ് ഓതേണ്ടത് എന്നാണ് പറയുന്നത്. 2ാമത്തെ വർക്ക് നക്തഷിഫ് മവാളിഅൽ ഇഖ്ലാബി മിനൽ ആയാത്തിൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ള ആയത്തുകളിൽ നിന്ന് ഇഖ്ലാബിന്റെ സ്ഥലങ്ങൾ കണ്ടെത്താം. വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. ജുമുഅ സൂറത്തിലെ 7ാമത്തെ ആയത്താണ്. ഇവിടെ 2 സ്ഥലത്തുണ്ട് ഇഖ്ലാബ്. എവിടെയാണത്? അബദം ബിമ, തൻവീന് ശേഷം ബാ വന്നപ്പോ ആ തൻവീനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു. 2ാമത്തെ സ്ഥലം അലീമും ബിദ്ദാലിമീൻ, തൻവീൻ ശേഷം ബാ വന്നപ്പോൾ അവിടെയും തൻവീനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു. ഫലമ്മാ നസൂ മാ ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون. അറാഫ് സൂറത്തിലെ 165ാമത്തെ ആയത്ത്. ഇവിടെ ബിഅദാബിൻ ബഈസിൻ, തൻവീന് ശേഷം ബാ വന്നപ്പോ ആ തൻവീന് മീമാക്കിയിട്ട് ഉന്നത്ത് ചെയ്തു. ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർളി വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ബഖറയിലെ 33ാമത്തെ ആയത്ത്. ഇവിടെ 2 സ്ഥലത്താണ് ഇഖ്ലാബ് ഉള്ളത്. ഒന്നാമതായി അംബിയഹും, സാക്കിനായ നൂന് ശേഷം ബാ വന്നപ്പോൾ നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്തു. 2ാമത്തെ സ്ഥലം എവിടെയാണ്? ഫലമ്മാ അംബഅഹും, സാക്കിനായ നൂനിന് ശേഷം ബാ വന്നപ്പോൾ അവിടെയും മീമാക്കി ഉന്നത്ത് ചെയ്തു. 3ാമത്തെ നുജീബു, ഉത്തരം ഇതാനാണ്. 1ാമത്തെ ചോദ്യം എന്താണ്? ഇഖ്ലാബ് എന്നാൽ എന്ത്? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ നൂനിനെയും തൻവീനിനെയും മീമാക്കി ഉന്നത്ത് ചെയ്തു ഓതണം. ഇതാണ് ഇഖ്ലാബ്. 2ാമത്തെ ചോദ്യം ഇഖ്ലാബിന്റെ ഹർഫ് ഏത്? ബാ. ചോദ്യം 3, സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്ത 2 ഉദാഹരണങ്ങൾ എഴുതുക. 1 അംബഅഹു, 2ാമത്തത് മിംബഅദ്. 4ാമത്തെ ചോദ്യം തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത 2 ഉദാഹരണം. അബദം ബിമ, അലീമും ബിദ്ദാലിമീൻ. ചോദ്യം 5, പാഠത്തിൽ കൊടുത്ത ആയത്തുകളിൽ ഇഖ്ലാബ് ചെയ്യേണ്ട എത്ര സ്ഥലങ്ങളുണ്ട്? 6 സ്ഥലങ്ങളുണ്ട്. 4ാമത്തെ വർക്ക് നക്തുബു മിസാലൻ ലികുല്ലി മിനൽ ആത്തിയ, താഴെ പറയുന്നതിന് ഓരോ ഉദാഹരണങ്ങൾ എഴുതുക. 1 അൽ ഇൽഹാർ, അവിടെ സാക്കിന നൂനിനും തൻവീനിനും ഒരു ഉദാഹരണം. അൻ നൂനു സാക്കിന് കോളത്തിൽ അൻ അൻദിർ, അൻ അ, സാക്കിനു ശേഷം ഹംസ വന്നപ്പോൾ ഇൽഹാർ ചെയ്തു. തൻവീൻ ഉദാഹരണം നാറൻ ഹാമിയ, തൻവീനിന് ശേഷം ഹാ വന്നപ്പോൾ അവിടെയും ഇൽഹാറാണ് ചെയ്യേണ്ടത്. 2ാമത്തെ ഇൽഹാർ അൽ ഇദ്ഗാമു ബിഗുന്ന വലൻ നുശ്രിക, സാക്കിന നൂന് ശേഷം നൂന് വന്നപ്പോൾ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. വ ഖസിമിൻ, തൻവീന് ശേഷം മീം വന്നപ്പോൾ അവിടെയും ഇദ്ഗാം ബിഗുന്ന ചെയ്തു. 3ാമത്തത് അൽ ഇദ്ഗാമു ബിലാഗുന്ന അർ റബ്ബിഹിം, സാക്കിന നൂന് ശേഷം റാ വന്നപ്പോൾ ഇദ്ഗാം ബിലാഗുന്ന, ഉന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യാം.
മണിക്കാതെ ശ്രദ്ധ കൊടുക്കാന്നർത്ഥം. നസ്സാഅത്തൻ ലിശ്ശവ, തൻവീന് ശേഷം ലാം വന്നപ്പോൾ അവിടെ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. നാലാമത്തത് അൽ ഇഖ്ലാബ് മിൻ ബഅദ്, സാക്കിനായ നൂന് ശേഷം ബാ വന്നപ്പോൾ നൂനിനെ മീമാക്കി ഗുന്നത്ത് ചെയ്തു. തുല്യം ബഅദ, തൻവീന് ശേഷം ബാ വന്നപ്പോൾ തൻവീനിനെ മീമാക്കി ഗുന്നത്ത് ചെയ്തു. അഞ്ചാമത്തെ വർക്ക് നസിൽ മാച്ച് ദ ഫോളോവിംഗ് ആണ്. ഒന്ന് ഇഖ്ലാബ്, ലെറ്റർ സി മീമാക്കി ഗുന്നത്ത് ചെയ്യൽ. 2 ഇൽഹാർ ലെറ്റർ എ വെളിവാക്കൽ. 3 ഇദ്ഗാം ബി ഗുന്ന ലെറ്റർ ബി ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യൽ. 4 ഇദ്ഗാം ബിലാ ഗുന്ന ലെറ്റർ സി ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യൽ. അഞ്ചാമത്തെ വർക്ക് എന്താണ്? തഖ്സീസ്. 1 നഖറ സൂറത്ത് നൂഹിൻ വൽ ജിന്ന് വനക്തശിഫു മിൻഹുമാ മവാളിഅൽ ഇദ്ഗാം ബി ഗുന്ന വൽ ഇദ്ഗാം ബിലാ ഗുന്ന വൽ ഇഖ്ലാബ്. നൂഹ് സൂറത്തും ജിന്ന് സൂറത്തും പാരായണം ചെയ്തിട്ട് അതിലെ ഇദ്ഗാം ബി ഗുന്നയുടെയും ഇദ്ഗാം ബിലാ ഗുന്നയുടെയും ഇഖ്ലാബിന്റെയും സ്ഥലങ്ങൾ കണ്ടെത്തി. എത്രണ്ണം നെയ്ത? അതത് മവാലിഅൽ ഇദ്ഗാം ബി ഗുന്ന, 2 സൂറത്തിലെയും ഇദ്ഗാം ബി ഗുന്നയുടെ സ്ഥലങ്ങൾ 17 എണ്ണമാണ്. അതത് മവാലിഅൽ ഇദ്ഗാം ബിലാ ഗുന്ന, 2 സൂറത്തിലെയും ഇദ്ഗാം ബിലാ ഗുന്നയുടെ സ്ഥലങ്ങൾ 8 എണ്ണമാണ്. അതതു മവാലിഅൽ ഇഖ്ലാബി, 2 സൂറത്തിലെ ഇഖ്ലാബിന്റെ സ്ഥലങ്ങൾ 2 എണ്ണമാണ്. അല്ലാഹു തആല നാം ഇതുവരെ പഠിച്ച മുഴുവൻ തജ്വീദ് നിയമങ്ങളനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ്, കഴിവ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.